ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പുതിയൊരു കണ്ടൻറ്റുമായിട്ടാണ്. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയ പ്രാങ്കും പണിയും എല്ലാം ഒപ്പിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് പ്രോ ആയിട്ട് കളിച്ചാൽ സെക്കൻഡ് റൗണ്ട് ഭയങ്കര ന്യൂബായിട്ട് കളിക്കും. ബോട്ട് കളികൾ, ഓഫ്ലൈൻ ആയ പോലെ കളികൾ, പിന്നെ കണ്ടതയിലൊക്കെ പിടിച്ചടിക്കുക, അങ്ങനത്തെ ചില പ്രത്യേകതരം കളികളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ID പിൻ ചെയ്ത് വെച്ചേക്കാം, ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ റൗണ്ട് സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ നമ്മൾ ഓടിച്ചാടി പോകുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത് M1873 എന്ന് പറയുന്ന ഒരു ഗണ്ണാണ്. അപ്പോൾ ഇത് വെച്ചിട്ടും എനിക്ക് വലുതായിട്ട് കളിക്കാൻ അറിയത്തില്ല. ഡെസേർട്ട് ഈഗിളിൽ നമ്മൾ പ്രോയൊന്നും അല്ലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ എന്നാലും ഞാൻ അറ്റ്ലീസ്റ്റ് കുത്തിപ്പിടിച്ചെങ്കിലും ആൾക്കാരെ നോക്കിയാറുണ്ട്. പക്ഷേ ഈ ഗൺ വെച്ചിട്ട് അടുത്ത് പോയാലും എനിമീനെ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളെയും ഞാൻ ഇട്ടടിക്കും. പക്ഷേ എനിമീനെ മാത്രം ഈ ഗണ്ണിന് കണ്ടാൽ പിടിക്കില്ല എന്നുള്ളതാണ് സത്യം. കുറേ ഡാമേജ് ഒക്കെ കിട്ടി, ഹെൽത്ത് മൊത്തം സീനായിരുന്നപ്പോൾ ഞാനൊന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ ആരും കാണാതെ വന്നിരുന്നതാണ്. ഈ എനിമീസ് അവർക്കൊന്നും ഒരു ധൈര്യം ഇല്ലെന്നേ. ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വരണം. അതല്ലേ അതിൻ്റെ ഒരു ന്യായം? അല്ലെങ്കിൽ നിങ്ങൾ പറ ഗൈസ്, അതാണ് ന്യായം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫീറ്റ് അടിച്ചിട്ട് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ റൗണ്ട് ഏതായാലും വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടേക്കണേ. അല്ല വരുന്നതേ ഉണ്ടാവുള്ളൂ മിക്കവാറും. അപ്പോൾ എന്തായാലും അപ്ലോഡ് ആകുമ്പോൾ നിങ്ങളൊന്ന് കണ്ടേക്കണേ. ഓക്കെ, അങ്ങനെ നമ്മൾ ഡെസേർട്ടുകളൊക്കെ എടുത്തിരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഇതൊരു ചെറിയ ചലഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഹെഡ് ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. നമ്മുടെ മുമ്പിലത്തെ വീഡിയോസൊക്കെ കണ്ടറിയാം, റൂമൊക്കെ കളിച്ചപ്പോൾ ഡെസേർട്ട് എടുത്തിട്ട് ഹെഡൊക്കെ അടിക്കാൻ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഈ റൗണ്ടിലെങ്കിലും ഒന്ന് നടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഗൈസ് ഇപ്രാവശ്യം വന്നത്. അപ്പോൾ ഒരു ഹെഡെങ്കിലും അടിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇവിടെ ഇരുന്ന് നല്ല രീതിയിലൊക്കെ കളിക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് എല്ലാവരും പോയി നോക്കായി. പിന്നെ ഞാൻ നൈസായിട്ട് അങ്ങ് ബാക്ക് വലിഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായതാ. അങ്ങനെ ബാക്ക് വലിഞ്ഞ് പതുക്കെ എസ്കേപ്പ് ആയി ഗൈസ്. ഏതായാലും നമ്മുടെ എനിമീസ് ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒളിച്ചിരിക്കത്തില്ല ഗൈസ്, എല്ലാവരും നേരെ ഫ്രണ്ടിൽ തന്നെ വരും. കാരണം ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ എനിമീസിനെയൊക്കെ നോക്കി നടക്കുവാണ്. അപ്പോൾ രണ്ടുപേര് ഈ സൈഡിലൂടെ വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ നോക്കാം, ഹെഡ് അടിക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഹെഡ് അടിച്ചു ഗൈസ്. ഞാൻ പ്രോ പ്ലെയർ ആയി. നിങ്ങൾ എപ്പോഴും ന്യൂബെന്ന് വിളിക്കത്തില്ല, ഇനി ആരും ന്യൂബെന്ന് വിളിക്കരുത്. ഞാൻ പ്രോ പ്ലെയർ ആയി. നിങ്ങൾ മറ്റേ പൂത്തിരിയൊക്കെ ഇട്ട് കത്തിക്കുക ഗൈസ്, നമ്മുടെ കമൻറ്റ് ബോക്സ് എല്ലാവരും അറിയട്ടെ. 2 വട്ടം കില്ലാടിയായിട്ട് ഹെഡൊക്കെ അടിച്ചപ്പോൾ എനിക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ആയി. അങ്ങനെ ഞാൻ പിന്നെയും റിവൈവ് ചെയ്യുകയാണെങ്കിൽ റിവൈവ് ചെയ്യട്ടെ. അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും എനിക്ക് അവരെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഗ്ലൂ ആളുണ്ട്. പിന്നെ ഈ ഗൺ വെച്ചിട്ട് അറിയാലോ എത്ര അടി അടിച്ചാലോ ഒന്ന് ഫിനിഷ് ആവുന്നത്. അങ്ങനെ അവരുടെ ടീംമേറ്റ്സ് ഒക്കെ നല്ല അടിപൊളി റിവൈവിങ് മൈൻഡൊക്കെ ഉള്ള ടീംമേറ്റ്സ് ആയതുകൊണ്ട് അവർ റിവൈവ് ചെയ്ത് പോയി. അങ്ങനെ 4 സൈഡിൽ നിന്ന് നമ്മളെ അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അവരെ ഹെഡ് അടിച്ച് ഫിനിഷ് ചെയ്ത് ഈ റൗണ്ടും വിക്ടറി അടിച്ചത്. ഇനി അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം അല്ലേ. അപ്പോൾ ഏതായാലും 2 റൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. 3rd റൗണ്ടാണ്. ഇത് തൊട്ട് നമുക്ക് അങ്ങോട്ട് പിടിക്കണം ഗൈസ് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമുക്ക് നോക്കാം ഏതായാലും. അപ്പോൾ ഈ ഒരു ഗെയിമിൽ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം അവരെ ഇറിറ്റേറ്റ് ചെയ്യുക. അതായത് ബോട്ട് കളികൾ കളിക്കാൻ, ഓഫ്ലൈൻ ആവുന്ന പോലെയും പിന്നെ കണ്ട ഇതേലൊക്കെ പിടിച്ചടിക്കുക, എനിമീസിന് മര്യാദയ്ക്ക് ഡാമേജ് കൊടുക്കാതെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അടിക്കുക, പിന്നെ കുത്തിപ്പിടിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുക. ഒരുമാതിരി ഒരു ബോട്ട് കളികളാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം ഏതായാലും. പക്ഷേ ബോട്ട് കളികളിലൂടെ നമുക്ക് ഈ റൗണ്ട് പിടിക്കുകയും വേണം. ഒരു വെറൈറ്റി അല്ലേ, നമുക്ക് ഏതായാലും നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളിതേ പോകുന്നുണ്ട്. അപ്പോൾ കണ്ടതയിലൊക്കെ പിടിച്ച് ഈ കൊച്ചിനെന്താ കളിക്കാൻ അറിയൂലേ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വരുത്തുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഇതേലൊക്കെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടതയിലൊക്കെ പിടിച്ച് അടിക്കുന്നുണ്ട്. പിന്നെ എനിമീസിനാണെങ്കിലും കുറച്ച് ഡാമേജൊക്കെ കൊടുക്കുന്നുള്ളൂ. ഇവിടെ വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അടിച്ചിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരാളെ നോക്ക് ചെയ്ത് കുത്തിപ്പിടിച്ചിട്ട് പിന്നെ വേഗം തന്നെ അതങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിമീസിന് തോന്നും ഇതൊരു ബോട്ടാണ്, അവസാനം വരെ നമുക്ക് വെക്കാം, ഇതിനെ എളുപ്പം ഫിനിഷ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യുന്നുണ്ട് നമ്മൾ വേഗം തന്നെ. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് 2 പേര് നോക്കാണ്. ഒരാൾ മുകളിലായത് കാരണം തന്നെ റിവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റിയ ഒരാളെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരുത്തനെയും കൂടെ കുത്തിപ്പിടിച്ച് നമ്മൾ അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡാമേജ് കൊടുത്താൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവനെ ഫിനിഷ് ചെയ്യാൻ വന്നപ്പോൾ അടുത്ത ആളും ഉണ്ട്. അതും ഇങ്ങനെ നമ്മൾ കുത്തിപ്പിടിക്കുകയാണ് മാക്സിമം ബോട്ട് കളിയൊക്കെ കളിച്ച്. പക്ഷേ കളി തീർക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറച്ച് ഡാമേജ് കൂടുതൽ കിട്ടി. ഞാൻ നോക്കായി. പിന്നെ വേഗം തന്നെ നമ്മുടെ ടീംമേറ്റ് വന്ന് അതങ്ങ് ഫിനിഷ് ചെയ്ത് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൂലെസ് ആണ് ഹൈലൈറ്റ് വന്നിരിക്കുന്നതും. അതല്ല നേരത്തെ പറഞ്ഞത്, നമ്മുടെ റൗണ്ട് നമ്മൾ പിടിക്കുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു റൗണ്ടും വിക്ടറി അടിച്ച് നമ്മളിത് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ റൗണ്ട് വിക്ടറി അടിച്ചതിൻ്റെ ഒരു ആഘോഷമൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. ഇരിക്കട്ടെ അല്ലേ, കഴിഞ്ഞ റൗണ്ട് ഏതായാലും വിക്ടറി അടിച്ചാലേ നമ്മൾ 2 റൗണ്ട് അവർ പിടിച്ചിട്ട്. അപ്പോൾ കുറച്ച് ഷോയൊക്കെ കാണിക്കാം. അതിന് ഇപ്രാവശ്യം നമ്മളിത് ഡെസേർട്ടൊക്കെ എടുക്കുന്നുണ്ട്. എങ്ങാനും അത് വെച്ചിട്ട് ഹെഡ് അടിക്കാനൊരു സമയം കിട്ടിയാൽ നമുക്ക് അടിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത്.
അത് കഴിഞ്ഞിട്ട് ദേ ചാടിക്കയറി പോകുന്നുണ്ട് ആദ്യമേ തന്നെ നോക്കാവാനുള്ള പോക്കും ആയിരിക്കാം ഇത്. അപ്പോൾ ഇപ്രാവശ്യം എന്താ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ ബോട്ട് കളിയാണോ പ്രോ കളിയാണോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് എന്താണോ അപ്പോൾ തോന്നുന്നത് അതായിരിക്കും നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ വലിയ ഷോ കാണിച്ചാണ്, പക്ഷേ താഴത്തോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ടീംമേറ്റ് പോയി നോക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരാൾ ഇവിടെ കവറൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. എന്നെ അടിക്കാൻ നോക്കിയെങ്കിലും അയ്യേ ചമ്മി പോയി, എനിക്കൊന്നും കിട്ടിയില്ല ഗൈസ്. പിന്നെ നമ്മുടെ ടീംമേറ്റും ഇതേ ഡയലോഗ് തന്നെയായിരിക്കും ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. കാരണം ഞാനിവിടെ ഇരുന്ന് ഹെഡ് അടിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. പിന്നെ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. നമ്മുടെ ടീംമേറ്റിനെ തന്നെ അടിക്കാൻ നോക്കിയത്, എനിമിയാന്ന് ഓർത്ത് പെട്ടെന്ന് നമ്മുടെ ടീംമേറ്റ് നോക്കായി കിടന്നപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നല്ലൊരു ഡാമേജൊക്കെ കിട്ടി നമ്മുടെ വുഡ് പെക്കറൊക്കെ വെച്ചിട്ട്. പിന്നെ ഞാൻ വേഗം അങ്ങ് കുത്തിപ്പിടിച്ച് അവനെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ടീംമേറ്റ് ഇതേ നോക്കായി കിടക്കുവാണ്. റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ടീം പോയിട്ടുണ്ട്. അങ്ങനെ ബാക്ക് വന്നാണ് ഗൈസ് നമ്മളിങ്ങനെ പതുക്കെ ബോട്ട് വാക്ക് ചെയ്ത് വന്നത് കാരണം, നമ്മുടെ ഈ റാം വാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ബോട്ട് വാക്ക് ചെയ്ത് വന്ന കാരണം നമ്മളെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീംമേറ്റ് വേഗം തന്നെ തെറ്റിദ്ധരിച്ചു എന്നെ ഞാൻ എനിമിയാണെന്നൊക്കെ വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് എന്നെ അതേ റിവൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ എനിക്കുള്ളതായിരുന്നു ഗൈസ്. കുറച്ച് ഡാമേജ് കൊടുത്താണെങ്കിലും ഞാൻ തന്നെ അവനെ അങ്ങ് ഫിനിഷ് ചെയ്തു. അങ്ങനെ ഇപ്രാവശ്യം ക്ലൂലെസ് തന്നെയാണ് ഹൈലൈറ്റിൽ വന്നേക്കുന്നത്. ഇങ്ങനെ 2 റൗണ്ട് അവർ പിടിച്ചപ്പോൾ 2 റൗണ്ട് നമ്മൾ തന്നെ ഹൈലൈറ്റിൽ നമ്മുടെ പേര് വന്ന് നമ്മൾ തന്നെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് ഏതായാലും ആര് പിടിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ 2-2 പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളിത് AW ഒക്കെ എടുത്തിട്ടാണ് കളിക്കുന്നത്. AW ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് സ്കോപ്പ് ചെയ്തിട്ട് ഹെഡൊക്കെ നോക്കി ഇങ്ങനെ അടിക്കാൻ എനിക്കറിയാം. അതല്ലാതെ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണുന്നില്ലേ ഇങ്ങനെ ടപ്പ എന്നും പറഞ്ഞ് അടിക്കുന്നത്, ആ ഒരു പരിപാടി എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാൻ ഫോക്കസ് ചെയ്ത് സ്കോപ്പ് ചെയ്ത് ഞാൻ അടിക്കും എന്നൊക്കെ പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം. പിന്നൊരു കാര്യം ഗൈസ്, ഗണ്ണിൻ്റെ പേര് AWM ആണെന്ന് എനിക്കറിയാം. പിന്നെ പെട്ടെന്ന് പറയാനുള്ള ഒരു എളുപ്പത്തിനാണ് AWM അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. ഓക്കെ, നെവർ മൈൻഡ് ആക്കുക ഗൈസ്. അത് കഴിഞ്ഞിടത്തേണ് നമ്മുടെ ഒരു ടീംമേറ്റ് പോയി നോക്കായിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ സ്കോപ്പ് ചെയ്ത് ഒരുത്തിന് 150 കൊടുത്തു. അത് കഴിഞ്ഞിടത്തേണ് ഹെഡൊക്കെ എവിടേക്കോ റെഡ് അടിക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ ഒരാൾ നമ്മുടെ ടീംമേറ്റ് കുമ്മിക്കൊണ്ട് പോയി, ഒരുത്തനെ ഞാൻ തന്നെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ അത് ഫിനിഷ് ചെയ്തു. അപ്പോഴത്തേക്കും അടുത്തവൻ എൻ്റെ ഒരു ഇതൊക്കെ നോക്ക് ഗൈസ്, എൻ്റെ ഹെൽത്തൊക്കെ നോക്കുക. എന്നിട്ട് ഞാൻ കളിക്കുന്ന കളി കണ്ടോ, അവനെയും നോക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഡബിൾ കില്ലെടുത്തിരിക്കുകയാണ്. ഇനി ഒരുത്തനും കൂടെ ഉള്ളൂ. അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പോയി തപ്പി കണ്ടുപിടിക്കണം. പക്ഷേ അതിന് മുമ്പ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ ഫ്രൈ ആക്കും. ഇന്നൊന്നും നോക്കിയില്ല, വേറെ തന്നെ മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്തു. ടെൻഷൻ അടിക്കാതെ തന്നെയാണ് യൂസ് ചെയ്തത്. കാരണം നമ്മുടെ ടീംമേറ്റ് ഒരുത്തനുണ്ടല്ലോ അവിടെ. അപ്പോൾ അവനെ നോക്കിയതാലും എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ എനിമി എവിടെയാണെന്നൊക്കെ. പക്ഷെ അവൻ നോക്കാവാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എനിമീനെ തപ്പി നടക്കുവാണ് ഞാനും നമ്മുടെ ടീംമേറ്റും ഒക്കെ. അപ്പോൾ ചെറുതായിട്ട് അവൻ ഹിൻ്റൊക്കെ ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു, എനിക്കല്ല നമ്മുടെ ടീംമേറ്റിന്. അപ്പോൾ പിന്നെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ എനിമി അവിടെ ഗ്ലൂ ആളൊക്കെ ഇട്ട് സേഫായിട്ട് നിൽക്കുവാണ് ഗൈസ്. മാത്രമല്ല അവൻ നമ്മുടെ ടീംമേറ്റിനെ നോക്ക് ചെയ്യുകയും ചെയ്തു. കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഗ്ലൂ ആൾ സമ്മതിച്ചില്ല ഗൈസ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗ്ലൂ ആളിനെ കുറ്റം പറയുന്നത് എനിക്കിപ്പോൾ മനസ്സിലായോ. ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കും, അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ അത് നമ്മളെ ഇതുപോലെ പെടുത്തുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിമിയെ തപ്പി നടക്കുവാണ്. അവൻ അവിടെ തന്നെ നിൽക്കുവാണ്, മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഡൗട്ട് ഇനി എവിടോട്ടെങ്കിലും ഓടിപ്പോയോ ഞാൻ കാണാതെയെന്ന്. പിന്നെ വേഗം തന്നെ കയ്യിലുണ്ടായിരുന്ന ഫ്ലാഷ് ഫ്രീസ് ഒക്കെ എടുത്തിട്ടു ഗൈസ്. അപ്പോൾ ആദ്യമേ ഞാൻ വിചാരിച്ചു പോയി ഇന്ന് ഡാമേജ് ഒന്നും കാണാൻ കാരണം. പിന്നെ കുറച്ച് 6-3 കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിമി അവിടെ തന്നെ ഉണ്ടെന്ന്. പക്ഷേ കുത്തിപ്പിടിക്കാൻ നോക്കി കയറിച്ചെന്നാണ്. അവൻ്റെ കയ്യിലിരുന്ന ഗണ്ണിൻ്റെ കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു. അവൻ കുത്തിപ്പിടിച്ച് എന്നെ അങ്ങ് തന്നെ ഫിനിഷ് ചെയ്ത് വിട്ടു ഗൈസ്. അങ്ങനെ അവർ വിക്ടറി അടിച്ചു. അവർ തന്നെ ആദ്യമേ 3rd പോയിൻറ്റും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് റൗണ്ട് ഏതായാലും നമുക്ക് പിടിക്കണം. കാരണം അവർ പിടിച്ചു കഴിഞ്ഞാൽ അവർ ബൂയി അടിക്കും, അതിന് നമ്മൾ ഏതായാലും സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഗണ്ണും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട്. കഴിഞ്ഞ റൗണ്ട് നമ്മൾ എങ്ങനെയാണ് ഫെയിലായത്, നമ്മൾ ഏത് ഗൺ വെച്ചാണോ അവൻ കുത്തിപ്പിടിച്ച് ഫിനിഷ് ചെയ്തത് അതേ ഗൺ തന്നെയാണ് നമ്മൾ ഇപ്പോഴും എടുത്തിരിക്കുന്നത്. പിന്നെ വുഡ് പെക്കർ വെച്ചിട്ട് ലോങ് റേഞ്ച് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കുറേ ഡാമേജ് ഒക്കെ കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ എനിമി അവിടെ ഗ്ലൂ ആളൊക്കെ ഇട്ടു. ബാക്കി നമ്മുടെ ടീംമേറ്റ് നോക്കിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മേളിലോട്ട് കയറുന്നുണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ടൊക്കെ. അപ്പോൾ വലിയ രീതിയിൽ എനിമിനെ ഒന്നും കാണാനില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേഗം തന്നെ ഓടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡാമേജ് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് വേണ്ട ഒരുത്തനെ അങ്ങനെ നോക്ക് ചെയ്തിട്ടുണ്ട്. അത് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. ഫിനിഷ് ചെയ്യാതെ അവർ ഇടരുത്. അങ്ങനെ നമ്മൾ ഇതേണ്ട മേളിരുന്ന് ഒരു അടി അടിച്ചതാണ്, അത് ഹെഡ് കയറി ഗൈസ്. അവൻ വേഗം തന്നെ നോക്കായി. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ഫിനിഷ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ റിവൈവ് ചെയ്യാൻ വരുവേ. ഇത്തിരി മെൻറ്റാലിറ്റി കൂടുതലാണ് അവർക്ക് റിവൈവിങ്ങിൻ്റെ. വേണ്ട. അപ്പോൾ മേളിലിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ താഴെ ആരോ ഉണ്ടെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എടുത്ത് ചാടി, അതും പുറകിൽ എനിമി ഉണ്ടോ എന്ന് പോലും നോക്കാതെ എടുത്ത് ചാടി. അതേ ഗൺ വെച്ച് പിന്നെ നമ്മളെ നോക്ക് ചെയ്തിട്ടേക്കുവാണ് ഗൈസ്. ഈ ഗൺ ഞാൻ എടുത്തത് ഇവനെ നോക്ക് ചെയ്യാനായിരുന്നു, പക്ഷേ അവൻ എന്നെ പിന്നെ നോക്ക് ചെയ്തിട്ടു. പക്ഷേ നമ്മുടെ ടീംമേറ്റ്സ് ഉണ്ടല്ലോ, അവർ പിടിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കാരണം 3 പേരുണ്ടേ. അങ്ങനത്തെ അവർ ആ ഒരു ഇത് ഫിനിഷ് ചെയ്ത് വിക്ടറി അടിച്ചിട്ടുണ്ട്. നമ്മുടെ റൗണ്ട് അങ്ങനെ
അടുത്ത റൗണ്ടിലോട്ട് പോയിരിക്കുവാണ്. അതായത് ഇപ്പോൾ 3-3 നിൽക്കുന്നത്. ഇത് നമ്മുടെ ഫൈനൽ റൗണ്ട് ആയിരിക്കും. ആരാണോ ഈ റൗണ്ടിൽ വിജയിക്കുന്നത് അവരെന്തായാലും ബൂയ അടിക്കും. അപ്പം നമുക്ക് ഏതായാലും ബൂയ അടിക്കണം ഗൈസ്. നമ്മൾ ബൂയ അടിച്ചിരിക്കും. ആഹാ, എന്തൊരു കോൺഫിഡൻസ്! ഇതേ കോൺഫിഡൻസ് ഗെയിമിലും കളിച്ച് ടീംമേറ്റിൻ്റെ കൂടെ സപ്പോർട്ടും ചെയ്ത് വിക്ടറി അടുപ്പിച്ചാൽ മതിയായിരുന്നു. നോക്കാം ഗൈസ് എന്തായാലും നമുക്ക്. അപ്പോൾ ഈ ഒരു റൗണ്ടിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ഒട്ടും തന്നെ പിശുക്ക് കാണിക്കുന്നില്ല. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്തതും എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എമൗണ്ടിന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചെറിയൊരു പരീക്ഷണം കഴിഞ്ഞ് നമ്മളിതേ മേളിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന ടീംമേറ്റ്സിന് സപ്പോർട്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ്. പക്ഷേ കയറി ചെന്നത് നല്ല രീതിയിൽ ഡാമേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ എനിമിയെ നോക്കി, പക്ഷേ സത്യം പറഞ്ഞാൽ എവിടെയാണ് എനിമിയെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ ഒരുത്തനെ കണ്ടു, നല്ല രീതിയിൽ അവന് ഡാമേജ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു വീട്ടിൽ നിന്നായിരിക്കണം. പക്ഷേ ഞാൻ നോക്കിയിട്ട് ആരുടെയും തലയും വാലും ഒന്നും കാണുന്നില്ല. പിന്നെ വേഗം തന്നെ മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്തു. എന്തോ ഭാഗ്യത്തിനാണ് നമ്മൾ ആവാഞ്ഞത്. അപ്പോഴത്തേക്കും എന്തേ രണ്ടുപേരെ നമ്മുടെ ടീംമേറ്റ് പോയി നോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടീംമേറ്റിനെ അവരും നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തലത്തോട്ട് പതുക്കെ ഇറങ്ങി. അങ്ങനെ നോക്കുമ്പോൾ 3 പേരും അപ്പുറത്ത് നോക്കായി കിടക്കുവാണ് ഗൈസ്. ഇനിയിപ്പം മേളിൽ കയറി ഇരുന്നിട്ടും വലിയ കാര്യമില്ല. ഒരാളും കൂടെ ഉള്ളൂ. മാത്രമല്ല സോണു ശൃംഗായി വരുന്നുണ്ട്. മേളിൽ ഇരുന്നപ്പോൾ നമ്മുടെ എനിമി ഇങ്ങോട്ടെങ്ങോട്ടോ വരുന്നത് കണ്ടായിരുന്നു. അത് പറഞ്ഞാണ് ഞാൻ താഴത്തോട്ട് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ആരെയും കാണാനില്ല. വേഗം അവൻ എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇനി ഒരുത്തനും കൂടെ ഉണ്ട് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കായി കിടപ്പുണ്ട്. അപ്പോഴത്തേ നമ്മുടെ ടീംമേറ്റ് ഡാമേജ് കിട്ടി. അവൻ അവിടെ ഗ്ലൂ വാൾ ഇട്ടു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ കണ്ടില്ല ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ എത്ര പെട്ടെന്നാണ് അവിടെ എത്തിയത്, എങ്ങനെയാ ഒന്നുമേ മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ തന്നെ അവനെ അങ്ങ് ഫിനിഷ് ചെയ്തു. ഏതായാലും അങ്ങനെ ഞങ്ങൾ തന്നെ വിക്ടറി അടിച്ചു. ആ റൗണ്ട് അവസാനം ബൂയ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.